ഇപ്പോൾ മലയാളികളുടെ ഫീഡിൽ മുഴുവൻ ബീഫാണ്. ബീഫ് കഴിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ട്രോള് നമുക്ക് വന്നു എന്നുള്ള മട്ടിലാണ്. പക്ഷേ വളരെ ഗൗരവ സ്വഭാവത്തിൽ സമൂഹത്തെ വിഭജിക്കാൻ പോകുന്ന കണ്ടന്റ് ആ ട്രെയിലറിൽ തന്നെ ഉണ്ട്. വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ ഇസ്ലാമിക ശരീഅത്തിന് കീഴിലാവും, ഹിന്ദു സ്ത്രീകളെ നമ്മുടെ സ്വന്തമാക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന എന്ന് യുവാക്കളോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ ഉപദേശിക്കുന്ന മുസ്ലിം കാരണവർ ഇങ്ങനെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിഭജന അജണ്ട ഉള്ള ഒരു സിനിമയാണ്. അതിനെ തമാശയായിട്ട് കണ്ടാൽ തമാശയായിട്ട് കാണാം. തമാശയായിട്ടാണോ കാണേണ്ടത്? അല്ല, തീർച്ചയായും തമാശയായി ഒരിക്കലും കാണാൻ കഴിയില്ല. ഈ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തിനെതിരെ ആദ്യമായി കോടതിയെ സമീപിച്ച ഒരാളാണ് ഞാനത് കോടതിയെ സമീപിക്കാനുള്ളൊരു കാരണം ഈ നേരത്തെ ഷാഹു പ്രസാദൊക്കെ പറയുന്ന പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്കെതിരെ കാണാനേ കഴിയില്ല. അതിനകത്ത് വളരെ കൃത്യമായി ഇത് യഥാർത്ഥ കഥയാണ് എന്ന് ഇവർ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ കോടതി ഈ പ്രദർശനം തടയണം എന്നുള്ള ആവശ്യമൊക്കെ നിരാകരിച്ചെങ്കിൽ കൂടി കോടതിയിൽ ഇതിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. ഇത് യഥാർത്ഥ കഥയല്ല, ഇതൊരു ഫിക്ഷൻ മാത്രമാണ് എന്നുള്ള നിലപാടിലേക്ക് അവരെ കൊണ്ടുവരേണ്ടി വന്നു. അവർക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ആ നിയമപരമായ പോരാട്ടത്തിൻ്റെ വിജയമായി ഞാൻ കാണുന്നത്. ഇപ്പോഴും ഈ രണ്ടാം ഭാഗം വരുമ്പോഴും ഈ യഥാർത്ഥ കഥയാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു കേരളത്തിൽ മിശ്രവിവാഹം നടക്കുന്നുണ്ട്. മിശ്രവിവാഹം നടക്കുന്നുണ്ട്, എന്താ കുഴപ്പം? മിശ്രവിവാഹം ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒന്നാണോ? ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട്, എന്താ പ്രശ്നമേ? ഈ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ ഭരണഘടനയ്ക്കകത്ത് മതപരിവർത്തനത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേ അംബേദ്കർ തന്നെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്, ബുദ്ധമതത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ മതപരിവർത്തനമൊക്കെ ക്രിമിനൽ കുറ്റമാണെങ്കിൽ, അത് വിവാഹാനന്തരം വധു വരൻ്റെ മതത്തിലേക്ക് മാറുന്ന ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെടേണ്ട ഒരാളെന്ന് പറയുന്നത് ഷോൺ ജോർജ് അല്ലേ? BJPയുടെ ഭാരവാഹിയല്ലേന്നേ? എനിക്കെന്തായാലും ഷോൺ ജോർജിൻ്റേത് ലവ് ജിഹാദാണെന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തമായില്ല. BJPയുടെ പ്രതിനിധിക്ക് അതുണ്ടോ? അദ്ദേഹം ജഗതി ശ്രീകുമാറിൻ്റെ മകളായ പാർവതി വിവാഹം കഴിക്കുന്നു. പാർവതി ഷോൺ ജോർജിനെ വിവാഹം കഴിച്ചതിന് ശേഷം ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അത് അവരുടെ ചോയ്സാണെന്നേ. ഏത് മതം സ്വീകരിക്കണമെന്നുള്ള അവരുടെ ചോയ്സാണ്. ഈ പറയുന്ന ഇത് അനുസരിച്ചാണെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭാരവാഹി ഇവരുടെ വാദഗതി അനുസരിച്ചാണെങ്കിൽ നടത്തിയിരിക്കുന്ന ലവ് ജിഹാദ. എനിക്ക് അഭിപ്രായമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അഭിപ്രായമില്ല. പക്ഷേ BJP കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരമായ ആളുകളുടെ പ്രിഫറൻസിനെ ചോയ്സിനെയൊക്കെ ലവ് ജിഹാദാണെന്നും അത് സംഘടിതമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുകയാണ് ചെയ്തുള്ളത്. അതിനെതിരായി കൃത്യമായി കേരളം പ്രതിരോധിക്കും. കേരളം അതിനെതിരെ പ്രചാരവേല ഈ പറയുന്ന ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അഭിലാഷ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തുള്ള നിലപാടെന്താ? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മാറി നിൽക്കേണ്ട ആളാണോ? അദ്ദേഹമാണ് കോടതിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ കേസിൻ്റെ സമയത്തും ഞങ്ങളെപ്പോലുള്ള ചില വ്യക്തികൾ, ഒറ്റപ്പെട്ട സംഘടനകളൊക്കെ കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ അഭിപ്രായം പറയുന്നു എന്നതിലുപരിയായി കേരളത്തിലെ ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിച്ചത്? ഇവിടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ഒരു സിനിമ വന്നപ്പോൾ ഒരു ഭാരത സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് നിലപാടെടുത്തു. കേരളത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഈ സിനിമയ്ക്കെതിരെ എന്തുകൊണ്ട് നിയമപരമായ ഒരു വ്യവഹാരത്തിന് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല? ഫേസ്ബുക്കിൽ പോസ്റ്റഡ് ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇതിനെതിരെ പറയണമെന്നേ. പിന്നെ ഇവരൊക്കെ ഇതിന്റെ ടാഗ് ലൈനായിട്ട് ഉപയോഗിക്കുന്നത് VS അച്യുതാനന്ദൻ പറഞ്ഞൊരു വാചക, കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. VS അച്യുതാനന്ദൻ പറഞ്ഞത് 2010 പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കല്ലേ അനൂപ്? വളരെ കൃത്യമായ ഒരു സംഘടനയെ കുറിച്ച്, അധ്യാപകന്റെ കൈവെട്ടിയ ആ സംഭവം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഡൽഹി പോകുന്ന വേളയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ച് വളരെ കൃത്യമായി ഈ സംഘടന ഇതാണ് ലക്ഷ്യം വെക്കുന്നത്, ഇന്ത്യയെ എത്രയോ വർഷത്തിനുള്ളിൽ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് RSSനെ കുറിച്ച് വിമർശിക്കുന്ന പോലെ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാലോ. സംഘടനയുടെ പേര് പറഞ്ഞ് ഉന്നയിച്ച ഒരു വിമർശനത്തിന്റെ ഒരു ഭാഗം, ഒരു ആദ്യത്തെ 2-3 സെന്റൻസ് വെട്ടിക്കളഞ്ഞ് അവസാനത്തെ 2-3 സെന്റൻസ് മാത്രം പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ ഈ പറഞ്ഞതാണ് പറഞ്ഞതെന്ന് പറയുന്നത് ശരിയല്ല. അതിനകത്തൊരു എനിക്കതിന് വിശദീകരണമുണ്ട്. എനിക്കതിനകത്ത് അഭിലാഷേ, ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോഴാണ് യോഗി ഞാനൊരു കാര്യം അങ്ങ് അത് കഴിഞ്ഞു എന്നിൽ നിന്ന് പൊക്കോളൂ. VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത്. അതിനെതിരെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രതിരോധവും VS അച്യുതാനന്ദന്റെ 2019 മുതലുള്ള ആരോഗ്യനില അറിയാത്ത ആളല്ലല്ലോ. അങ്ങനെ ഒരു വിദണ്ഡവാദം ഉന്നയിക്കല്ല അനൂപ്. നമ്മളിപ്പോ ഒരു വിഷയത്തെ കോമൺ ആയി കേരളീയർ എന്നുള്ള നിലയിൽ നേരിടുമ്പോൾ VS അച്യുതാനന്ദനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ പറയാണ്. അങ്ങനെ പറയരുത്. ഒന്ന് VS അച്യുതാനന്ദൻ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. വളരെ കൃത്യമായി ഒരു സംഘടനയെ കുറിച്ച് പറഞ്ഞ
ഒരു വാചകത്തെ വളച്ചൊടിച്ചിട്ട് അല്ലല്ലല്ല, VS ഇങ്ങനെ ഞാനൊരു പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം പറയുന്നത് പറയാം. തെറ്റിദ്ധരിപ്പിക്കും സമൂഹത്തെ. അങ്ങനെ പറയരുത്. അല്ല VS-നെ പോലെ വന്ധ്യവയോധികനായ ഒരു നേതാവിന്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്താൻ യോഗി ആദിത്യനാഥിന് അവസരം കിട്ടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? യോഗി ആദിത്യനാഥ് പറഞ്ഞ സമയത്തും VS അല്ല ഞാനൊരു കാര്യം പറയാം. VS 2019 മുതൽ ശയ്യാവലംബിയായ മനുഷ്യനല്ലേ അദ്ദേഹം. ആരെങ്കിലും അദ്ദേഹത്തെ മിസ്കോട്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആരോഗ്യസ്ഥിതിയിലുള്ള ഒരാൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അനൂപ് പറയുന്നത്. അല്ലല്ല VS ആണല്ലോ ശയ്യാവലംബി. കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അല്ലല്ല അത് എപ്പോഴാണ് പറഞ്ഞത്? ഈ കേരള സ്റ്റോറി പ്രൊപ്പഗാൻഡയൊക്കെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഘട്ടത്തിലാണ് പറയുന്നത്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൽ കൂടുതലായി ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി കേരള എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിൽ തെറ്റില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയൂ ഷാനൂബ്. ഇപ്പോ RSS പറയുന്നു, അതല്ലെങ്കിൽ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, VS പറയുന്നു, ഇങ്ങനെ ഇതെല്ലാം ഈ തരത്തിലൊരു നറേറ്റീവ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പക്ഷത്തിന് ആനുകൂല്യം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യരുത്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അല്ല അഭിലാഷേ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ നരേറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ അവസരം ഉണ്ടാക്കിയത് ഞങ്ങളാണോ? അങ്ങ് പറയുന്നത് എന്തെപ്പോഴും VS അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊരു സ്പെസിഫിക് ആയ ഒരു സംഭവം ഉണ്ടായപ്പോ സംസ്ഥാനത്ത് ഇല്ലാത്തവണ്ണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ ഒരു അധ്യാപകന്റെ കൈ മതനിന്ദ ആരോപിച്ച് വെട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ വളരെ ശക്തമായ പോലീസ് ആക്ഷൻ ഉണ്ടായി. അത് വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഇന്റലിജൻസ് ഇൻപുട്ട് അനുസരിച്ച് ഒരു സംഘടനയെ കുറിച്ച് സ്പെസിഫിക് ആയ ഒരു സംഘടനയുടെ പേരെടുത്ത് അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് വിശദീകരിച്ചു. അതിലെന്താണ് തെറ്റ്? അങ്ങനെ പറയേണ്ട ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതോ വൺ സൈഡഡ് ആയിട്ട് മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ? ഞാനൊരു വൺ സൈഡിന്റെ പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ പോലും അഭിലാഷ് പറയുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നല്ല, മുഖ്യമന്ത്രി നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്നെയും അഭിലാഷിനെ പോലെ മാറി നിൽക്കേണ്ട ഒരാളാണോ? സ്വീകരിക്കണമെന്നേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ശരി, മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണം. അതെങ്കിലും എടുക്കണം. ശരി, ഓക്കെ.